ഒരിക്കൽ ഒരു മോട്ടിവേഷണൽ ട്രെയിനർ തൻ്റെ പരിശീലനത്തിനിടെ 2000 രൂപയുടെ നോട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഈ പണം ആർക്കെങ്കിലും വേണമെങ്കിൽ കൈ ഉയർത്തൂ. എല്ലാവരും കൈ ഉയർത്തി. അയാൾ ഉടൻ തൻ്റെ കൈകൊണ്ട് 2000 നോട്ട് ചുക്കിച്ചൊളിഞ്ഞിട്ട് പറഞ്ഞു, ഈ നോട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ കൈ ഉയർത്തൂ. അപ്പോഴും എല്ലാവരും കൈ ഉയർത്തി. അദ്ദേഹം അത് നിലത്തിട്ട് പൊടിയും പറ്റി അഴുക്കാക്കി ചുളിഞ്ഞ നോട്ട് ആകെ വൃത്തികേടാക്കിയിട്ട് ഈ നോട്ട് ഉയർത്തിയിട്ട് ചോദിച്ചു, ഈ 2000 രൂപ ആർക്കെങ്കിലും വേണമെങ്കിൽ കൈ ഉയർത്തൂ. അപ്പോഴും എല്ലാവരും കൈ ഉയർത്തി. അപ്പോൾ ആ ട്രെയിനർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ചുക്കിച്ചുളിഞ്ഞിട്ടും മുഷിഞ്ഞിട്ടും അഴുക്ക് പറ്റിയിട്ടും ആ നോട്ട് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞത്? അപ്പോൾ എല്ലാവരും പറഞ്ഞു, ആ നോട്ട് മുഷിഞ്ഞാലും അത് ചുക്കിച്ചുളിഞ്ഞാലും അതിൽ അഴുക്ക് പറ്റിയാലും അതിൻ്റെ റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പുള്ളിടത്തോളം കാലം ആ നോട്ടിന് മൂല്യമുണ്ട്. ചെളി പറ്റിയത് കൊണ്ടോ അഴുക്ക് പറ്റിയത് കൊണ്ടോ അതിൻ്റെ മൂല്യത്തിൽ ഒരു കുറവും വരുന്നില്ല. അപ്പോൾ ആ ട്രെയിനർ തുടർന്നു, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തപ്പെട്ടവരാണ്. ആ കയ്യൊപ്പുള്ളിടത്തോളം കാലം നമ്മുടെ മൂല്യം ഒരിക്കലും കുറയില്ല. നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം, അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാവാം, വീഴ്ചകൾ വന്നിട്ടുണ്ടാവാം, അറിവില്ലാത്ത കാലത്ത് ഒരുപാട് ആൾക്കാരെ ദ്രോഹിച്ചിട്ടുണ്ടാവാം. എങ്കിലും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളത് കൊണ്ട് നമ്മുടെ ആരുടെയും മൂല്യങ്ങൾ കുറയുന്നില്ല. നമ്മുടെ മക്കളെ നാം ചേർത്ത് നിർത്തുമ്പോൾ നമ്മുടെ മക്കളോട് നാം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾക്ക് വീഴ്ച വന്നിട്ടുണ്ടാവാം, അതിനർത്ഥം നിങ്ങൾ തോറ്റുപോയി എന്നല്ല. ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഹൃദയത്തിൽ ചാർത്തപ്പെട്ടാണ് ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് വരുന്നത്. ആ കയ്യൊപ്പുള്ളിടത്തോളം കാലം നിങ്ങളെല്ലാം മൂല്യമുള്ളവരാണ്. ആ മൂല്യം നഷ്ടപ്പെടാതെ അത് തിരിച്ചു പിടിക്കാൻ നിനക്ക് ഇനിയും കഴിയും, ഇനിയും ദൈവം അവസരം തരും എന്ന ചിന്ത നമ്മുടെ മക്കളിലേക്ക് നൽകാൻ നമുക്കാവണം. ഹാർമണി പേരന്റിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.